സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് അല്ലെങ്കിൽ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് തിയറി. ഇപ്പോൾ നമ്മളിവിടെ ക്വാണ്ടം മെക്കാനിക്സ് അപ്രോക്സിമേഷൻസിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണ്, FCF മെത്തേഡ്. ഇവിടെ നമ്മൾ ഈ FCF മെത്തേഡ് നമ്മൾ പഠിക്കുന്നതിന് മുൻപ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും എന്താണ് ഈ പറയുന്ന സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡിന്റെ ആവശ്യകത എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു ഇതൊരു അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അപ്രോക്സിമേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ തൊട്ട് പെർട്ടുർബേഷൻ തിയറി, വേരിയേഷൻ തിയറി, അങ്ങനെ പലതും നമ്മൾ പഠിച്ചു. പക്ഷേ ഇവർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ ഈ പറയുന്ന സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ വേരിയേഷൻ തിയറവും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ അപ്രോക്സിമേഷനും ഒക്കെ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഒന്നല്ലെങ്കിൽ 2 ഇലക്ട്രോൺസിൽ കൂടുതലുള്ള സിസ്റ്റംസ് വന്നു കഴിഞ്ഞാൽ, ഈവൻ അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ആയിട്ട് നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്ന നമ്മുടെ പെർട്ടർബേഷൻ മെത്തേഡും അതേപോലെ ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ അപ്രോക്സിമേഷൻ, പെർട്ടർബേഷൻ മെത്തേഡ്, വേരിയേഷൻ മെത്തേഡ്, ഇവരൊന്നും മതിയാവാതെ വരും. ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്ക് ഡയറക്ട്ലി സോൾവ് ചെയ്യാം. 2 ഇലക്ട്രോൺ സിസ്റ്റം വരെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പെർട്ടർബേഷൻ മെത്തേഡ് അല്ലെങ്കിൽ നമ്മുടെ വേരിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷെ അതിനും ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മെത്തേഡ്സ് ഒന്നും പോരാ. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന അപ്രോക്സിമേഷൻ കുറച്ചുകൂടി എക്സ്റ്റൻഡ് ആയിട്ടുള്ള മെത്തേഡാണ് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കുക. നമ്മുടെ സാധാരണ പെർട്ടർബേഷൻ, വേരിയേഷൻ മെത്തേഡ്സ് കൊണ്ട് നമുക്ക് 2 ഇലക്ട്രോൺ സിസ്റ്റംസ് വരെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഇൻഡിപെൻഡന്റ് പാർട്ടിക്കിൾ അപ്രോക്സിമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 ഇലക്ട്രോൺ സിസ്റ്റംസ് വരെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ് വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ വേരിയേഷണൽ കാൽക്കുലേഷൻ ആണ് ഈ പറയുന്ന സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡിലും വരുന്നത്. ദെൻ ഇവിടെ നമുക്ക് വരുന്നൊരു മെയിൻ കാര്യം, എന്തുകൊണ്ടാണ് ഈ പറയുന്ന മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇതുവരെ പഠിച്ച അപ്രോക്സിമേഷൻസ് പോരാതെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, this is because in order to solve the Schrodinger wave equation for multi-electron systems, we need to deal with many electrons which are indistinguishable and interacting particles. So നമ്മൾ ഈ പറയുന്ന സാധാരണ ഇതുവരെ നമ്മൾ പഠിച്ച 2 ഇലക്ട്രോൺ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ 2 ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ പറ്റി മാക്സിമം പഠിച്ചാൽ മതി. പക്ഷേ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ് വരുമ്പം ആ ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പഠിക്കുക എന്ന് വെച്ചാൽ അത് വലിയൊരു tedious ടാസ്ക് ആണ്. ബിക്കോസ് ദ ഇലക്ട്രോൺസ് ആർ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ആൻഡ് ദേ ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഞാൻ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, അവർ പരസ്പരം തിരിച്ചറിയാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ് വരുമ്പോൾ നമുക്ക് അവരുടെ ഇന്റർ ഇലക്ട്രോണിക് ഇന്ററാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഈ പറയുന്ന ഒരു മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം നിങ്ങൾക്ക് കിട്ടിയാൽ, ദ ഹാമിൽട്ടോണിയൻ ഷുഡ് ഇൻക്ലൂഡ് ദ ഇന്റർ ഇലക്ട്രോണിക് ഇന്ററാക്ഷൻ ടേംസ് ആൻഡ് ദേ ആർ വെരി ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട്. അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നവും. നമ്മൾ ഈ അപ്രോക്സിമേഷൻ മെത്തേഡ്സിലെല്ലാം നമ്മൾ ഈ ഇലക്ട്രോണിക് ഇന്ററാക്ഷൻസ് ഒക്കെ അപ്രോക്സിമേറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ പറയുന്ന മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസ് വന്നു കഴിയുമ്പം നമുക്ക് ഇതുവരെ പഠിച്ച അപ്രോക്സിമേഷൻസ് തികയാതെ വരും. ബിക്കോസ് അവിടെ ഒരുപാട് ഇന്ററാക്ഷൻസ് ഉണ്ട് ഇലക്ട്രോൺസിന്. ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇലക്ട്രോൺ ഇന്ററാക്ഷൻ ടേംസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കവിടെ ഇതുവരെ പഠിച്ച അപ്രോക്സിമേഷൻ മെത്തേഡ്സ് പോരാതെ വരും. In the independent electron approximation, we consider a 2 electron atom without mutual repulsion of the electrons, that is unperturbed system, and then make corrections using variation and perturbation methods. But this is not possible for multi-electron atoms due to the number of electrons. ഇത് ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ അവിടെ പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഒന്നുകൂടി ഇവിടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷനും പെർട്ടർബേഷനും വേരിയേഷനും ഒക്കെ വിട്ട് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡിലേക്ക് വരുന്നത് എന്നുള്ളതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ദെൻ ദ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ്. ഈ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് നിങ്ങളുടെ സിലബസിൽ ഇനി വരുന്ന കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി എന്ന് പറയുന്നൊരു ടോപ്പിക്കിന് ഇവിടുന്ന് മുമ്പോട്ടുള്ള എക്സ്റ്റൻഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ബേസിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് നമുക്ക് എന്താണ് അതൊന്ന് നോക്കാം. We know that it is incorrect to represent n electron system as a product of n 1 electron functions. That is, the hydrogen-like orbitals will not give the correct energy in the case of many electron atoms. To solve this, Hartree proposed a method known as the self-consistent field method. ഇവിടെ ഈ ഒരു
ലൈൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ മുമ്പ് പഠിച്ച എക്സാമ്പിൾസിലെല്ലാം നമ്മൾ ഈ പറയുന്ന നമ്മൾ 2 ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ, 1 ഇലക്ട്രോൺ സിസ്റ്റം ഈ പ്രശ്നമൊന്നുമില്ല, ഷ്രോഡിംഗർ ഇക്വേഷൻ ഡയറക്ട്ലി സോൾവ് ചെയ്യാം. 2 ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ 2 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തേ. അപ്പോൾ ഈ 2 1 ഇലക്ട്രോൺ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ ചെയ്ത് അത് തന്നെയാണ്. 2 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ് ആയിട്ട് അസ്യൂം ചെയ്ത് നമ്മൾ കാൽക്കുലേഷൻ നടത്തി, അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് വേരിയേഷൻ അല്ലെങ്കിൽ പെർട്ടർബേഷൻ മെത്തേഡ് വഴി നമ്മൾ ആ പറയുന്ന ഇന്ററാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം വരുമ്പം ഒരു n ഇലക്ട്രോൺ സിസ്റ്റം കിട്ടിയാൽ അത് n 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ യാതൊരു മീനിങ്ങും ഇല്ല. അതിൻ്റെ കാരണം n 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ പറയുന്ന n ഇലക്ട്രോൺസിൻ്റെയും ഈ പറയുന്ന ഇന്ററാക്ഷൻസ് നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് വളരെ വലിയൊരു പ്രൊസീജിയറാണ് ആൻഡ് ലിറ്ററലി അത് തെറ്റുമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഹാർട്രി എന്ത് ചെയ്തു, മൾട്ടി ഇലക്ട്രോൺ ആറ്റംസിൻ്റെ കേസിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം ഈ പറയുന്ന സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് പ്രപ്പോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ സിലബസിൽ പറഞ്ഞ പോലെ ഹാർട്രി ഫോക്ക് മെത്തേഡ് അല്ല തുടങ്ങുന്നത്, ഇത് ഹാർട്രീസ് മെത്തേഡാണ്. ഹാർട്രീസ് മെത്തേഡ് തുടങ്ങി അതിൽ നിന്നാണ് നമ്മൾ ഹാർട്രി ഫോക്ക് മെത്തേഡിലേക്ക് വരുന്നത്. അതായത് ആദ്യമേ ഈ പറയുന്ന സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് കൊണ്ടുവന്ന് ഹാർട്രിയാണ്. ഹാർട്രി സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് മെത്തേഡ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ആ ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി ഫോക്ക് നടത്തിയ മോഡിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഹാർട്രി ഫോക്ക് ഇക്വേഷൻ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും പോകുന്നതിൻ്റെ കാര്യം, ഇവിടെ നമ്മൾ ഞാൻ പരമാവധി മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഡെറിവേഷൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കൂടുതലും തിയറിയാണ് ഇവിടെ പഠിച്ചു പോകുന്നത്. ഇത് എന്താണ് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഇവിടെ ഈ ചാപ്റ്റർ നമ്മൾ നോക്കുന്നത്. See the introduction to self-consistent field theory. In order to determine the potential energy term, that is interelectronic interaction term, Hartree assumed that, as italics കൊടുത്തിട്ടുണ്ട് self-consistent field theory base എന്താണ്, Hartree assumed that each electron in the atom moves in a potential field due to the nucleus and all the other electrons. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഹാർട്രി ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ടേം, അതായത് ഇന്റർ ഇലക്ട്രോണിക് ഇന്ററാക്ഷൻ ടേമിനെ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ അസംഷൻ ഇതാണ്. That is, each electron in the atom moves in a potential field due to the nucleus and all other electrons. ഇതുവരെ നമ്മൾ പഠിച്ച മെത്തേഡ്സിൽ ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഒരു ഉദാഹരണം പറയാം. ഒരു 5 ഇലക്ട്രോൺ സിസ്റ്റം എടുക്കുക. 5 ഇലക്ട്രോൺ ഉള്ളൊരു സിസ്റ്റം. ഈ 5 ഇലക്ട്രോൺ സിസ്റ്റത്തിൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇൻഡിപെൻഡന്റ് ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, ഈ 5 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ് ആയിട്ട് അസ്യൂം ചെയ്ത് നമ്മളങ്ങ് കാൽക്കുലേഷൻ നടത്തിയേനെ. അതായത് 5 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ്, പരസ്പരം ഇന്ററാക്ട് ചെയ്യാത്ത 5 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ്. എന്നിട്ട് നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് വേരിയേഷൻ അല്ലെങ്കിൽ പെർട്ടർബേഷൻ മെത്തേഡ് വഴി ബാക്കിയുള്ള ഇന്ററാക്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ സ്ഥാനത്ത് ഹാർട്രി ഇവിടെ ചെയ്ത് അങ്ങനെയല്ല. ഹാർട്രി ചെയ്തത് 5 ഇലക്ട്രോൺസ് ഉള്ളൊരു സിസ്റ്റം കിട്ടിയാൽ അദ്ദേഹം അസ്യൂം ചെയ്തതാണ്, ഫസ്റ്റ് ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുക, ഒന്നാമത്തെ ഇലക്ട്രോണിനെ ആദ്യം കൺസിഡർ ചെയ്യുക. ദ ഫസ്റ്റ് ഇലക്ട്രോൺ ഈസ് മൂവിങ് ഇൻ എ പൊട്ടൻഷ്യൽ ഫീൽഡ് ഡ്യൂ ടു ദ ന്യൂക്ലിയസ് ആൻഡ് ഓൾ അതർ ഇലക്ട്രോൺസ്. അതായത് ഈ പറയുന്ന ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ മുകളിൽ 2 തരം ഫോഴ്സാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനും വരും, രണ്ടാമത്തെ ബാക്കിയുള്ള ഇലക്ട്രോൺസുമായിട്ടുള്ള റിപ്പൾഷനും വരും. സോ ബാക്കിയുള്ള ഇലക്ട്രോൺസിൻ്റെ റിപ്പൾഷനും ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനും എല്ലാം കൂടി ചേർത്തുള്ള ഒരു പൊട്ടൻഷ്യൽ ഫീൽഡിലൂടെ ഈ ഫസ്റ്റ് ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണെന്നാണ് ഹാർട്രി ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ആ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് എന്നുള്ളൊരു വാക്ക് നമുക്ക് വരുന്നത് ഇവിടെയാണ്. എന്തുകൊണ്ടാണ് അതിനെ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. തൽക്കാലത്തേക്ക് ഇപ്പം നിങ്ങൾ ഈ ബേസിക് കോൺസെപ്റ്റ് ഓർത്തു വയ്ക്കുക. ഇതുവരെ പഠിച്ചതുപോലെ അല്ല, ഇതുവരെ പഠിച്ച എല്ലാ അപ്രോക്സിമേഷൻ മെത്തേഡിലും നമ്മൾ 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്തു. 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 5 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ് ആക്കി എടുത്തു. അതായത് പരസ്പരം ഇന്ററാക്ട് ചെയ്യാത്ത 5 ഫംഗ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ററാക്ഷൻസ് നമ്മൾ വേറെ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്തത് അതിലെ ഫസ്റ്റ് ഇലക്ട്രോൺ എടുത്ത് ന്യൂക്ലിയസും ബാക്കിയുള്ള ഇലക്ട്രോൺസും തമ്മിലുള്ള ഇന്ററാക്ഷൻ എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു പൊട്ടൻഷ്യൽ ഫീൽഡിലൂടെ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യാണ് എന്ന് ഹാർട്രി അസ്യൂം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ഫംഗ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ മുകളിലേക്ക് റിപ്പീറ്റ് ചെയ്യും. സെക്കൻഡ് ഇലക്ട്രോൺ വന്നു കഴിയുമ്പം ന്യൂക്ലിയസും ഒന്നാമത്തെ ഇലക്ട്രോണും 3 4 5 അവരെല്ലാവരും കൂടി കൂടുന്ന ഒരു പൊട്ടൻഷ്യൽ ഫീൽഡിലൂടെ സെക്കൻഡ് ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യും. അതിൻ്റെ ഓർബിറ്റൽ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് 5 മോഡിഫൈഡ് ഓർബിറ്റൽ ഫംഗ്ഷൻസ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ പിന്നെ എനർജി കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് നമുക്ക് താഴേക്ക് പോകുമ്പോൾ പഠിക്കാം. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത്രയും പഠിക്കുക. ഹിയർ ഇൻ ഹാർട്രീസ് അപ്രോക്സിമേഷൻ
ഈച്ച് ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം മൂവ്സ് ഇൻ എ പൊട്ടൻഷ്യൽ ഫീൽഡ് ഡ്യൂ ടു ദ ന്യൂക്ലിയസ് ആൻഡ് ഓൾ അതർ ഇലക്ട്രോൺസ്. അത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യം ആദ്യമേ പഠിച്ചു വെക്കുക. And this is an iterative method in which we calculate the modified atomic orbital for each electron moving through the cloud of all other electrons. In the case of n electron system, we calculate n modified orbitals and recalculate the potential energy with these modified orbitals. ഹാർട്രി-ഫോക്കിൻ്റെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് തരികയാണെങ്കിൽ, ഈ പറഞ്ഞ ഹാർട്രീസ് മെത്തേഡിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് തരികയാണെങ്കിൽ ഹാർട്രി അസ്യൂം ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇലക്ട്രോൺ ബാക്കി എല്ലാ ഇലക്ട്രോൺസും ന്യൂക്ലിയസും കൂടെ പൊട്ടൻഷ്യൽ ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്നു. അത് വെച്ച് ആ ഒരു അസംഷനിൽ നമ്മൾ ആ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ മോഡിഫൈഡ് ഓർബിറ്റൽ നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നു. അതുപോലെ സെക്കൻഡ് ഇലക്ട്രോണും തേർഡ് ഇലക്ട്രോണും ഫോർത്ത് ഇലക്ട്രോണും ഫിഫ്ത്ത് ഇലക്ട്രോണിൻ്റെ ഒക്കെ നമ്മളിരുന്ന് ഈ മോഡിഫൈഡ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കുന്നു. അതായത് മോഡിഫൈഡ് വേവ് ഫംഗ്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അടുത്ത സ്റ്റെപ്പായിട്ട് ഈ പറയുന്ന മോഡിഫൈഡ് ആറ്റോമിക് ഓർബിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇതേപോലെ മോഡിഫൈഡ് ഓർബിറ്റൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ മോഡിഫൈഡ് ഓർബിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് തൊട്ട് മുമ്പേ കിട്ടിയ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് വലിയ വ്യത്യാസമില്ലാത്ത വാല്യൂസ് നമുക്ക് കിട്ടാൻ തുടങ്ങും. അന്നേരം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കാൽക്കുലേഷൻ ഓൾമോസ്റ്റ് എൻ പോയിന്റിലേക്ക് എത്താറായെന്ന്. അപ്പോൾ ആ പ്രൊസീജിയർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒരു ഇലക്ട്രോൺ എടുത്ത് ആ ഇലക്ട്രോൺ ബാക്കിയുള്ള ഇലക്ട്രോൺസിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും എല്ലാം കൂടി പൊട്ടൻഷ്യൽ ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് വെച്ച് അതിൻ്റെ ആറ്റോമിക് ഓർബിറ്റൽ നമ്മൾ ഡിഫൈൻ ചെയ്യും. അതുകൂടാതെ ബാക്കി ആ സിസ്റ്റത്തിലുള്ള എല്ലാ ഇലക്ട്രോൺസിനെയും ഇതേപോലെ നമ്മൾ ആറ്റോമിക് ഓർബിറ്റൽ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് ആ മോഡിഫൈഡ് ആറ്റോമിക് ഓർബിറ്റൽ വെച്ച് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ ഒന്നുകൂടി ആറ്റോമിക് ഓർബിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്കിപ്പോൾ ഒരു വാല്യൂ കിട്ടിയല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് ആ പൊട്ടൻഷ്യൽ ഫീൽഡ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ വീണ്ടും ഈ പറയുന്ന ഇലക്ട്രോൺസ് വെച്ച് നമ്മൾ വീണ്ടും ആറ്റോമിക് ഓർബിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ പല സ്റ്റെപ്പുകളായിട്ട് റിപ്പീറ്റ് ചെയ്ത് പോയി ലാസ്റ്റ് അവസാനത്തെ സ്റ്റെപ്പുമായിട്ട് വലിയ വ്യത്യാസമില്ലാത്ത പൊട്ടൻഷ്യൽ എനർജി വാല്യൂസ് നമുക്ക് കിട്ടും. അന്നേരം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കാൽക്കുലേഷൻ എൻ പോയിന്റിലെത്തിയെന്ന്. The calculations are repeated until we get the set of orbitals whose potential energies were not much different from the previous set. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതാണ് നമ്മുടെ ഹാർട്രി-ഫോക്ക് മെത്തേഡിൻ്റെ ഹാർട്രീസ് മെത്തേഡിൻ്റെ ബേസിസ്. ഞാൻ ഈ ഹാർട്രി-ഫോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഫോക്കിന് ഈ മേഖലകളിലൊന്നും യാതൊരു ചേഞ്ചും ഫോക്കും വരുത്തിയിട്ടില്ല. ഫോക്ക് ആകെ ഒരു ചേഞ്ച് മാത്രമേ അതിനകത്ത് വരുത്തിയിട്ടുള്ളൂ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴേക്ക് പോകുമ്പോൾ ഹാർട്രി-ഫോക്ക് പഠിക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് ഹാർട്രീസ് മെത്തേഡ് വെച്ച് പോകാം. കാരണം ഈ പ്രൊസീജിയർ കൊണ്ടുവന്നത് ഹാർട്രിയാണ്. ഫോക്ക് അതിനെ മോഡിഫൈ ചെയ്ത ആളാണ്. See, the Hartree represented, ഒരു 5 കൂടി പോയതാണ്. Hartree represented the wave function of an n-electron system as the product of n 1-electron orbitals, which is psi is equal to 511, 522, 533, etc. to 5nn. അത് ഇക്വേഷൻ നമ്പർ 1. ഹാർട്രി ചെയ്തതേപോലെ ആറ്റോമിക് ഫംഗ്ഷനെ വേവ് ഫംഗ്ഷനെ n ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ n 1-electron ഓർബിറ്റൽസ് ആയിട്ട് ഹാർട്രി റെപ്രസെൻറ്റ് ചെയ്തു. ഓൾസോ psi and phi are normalized. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതൊക്കെ. Psi and phi are normalized, and the Schrodinger wave equation for such a system can be written as Hi phi I is equal to Ei phi I and I equal to 1, 2, etc. n. ഇത് മൈനസ് അല്ല, ഈക്വൽ ടു ആണേ. അതായത് ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഹാർട്രീസ് മെത്തേഡ് പ്രകാരം വരുന്ന ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഈ കാണുന്നതാണ്. വേർ phi, അതേപോലെ ഈ phi എന്ന് പറയുന്നത് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻസ് ആണ്. ആൻഡ് H cap ഐയുടെ ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷൻ ആണ് -1/2 del I the square minus Z/RI plus V cap I. ഇത് നമ്മൾ വേരിയേഷൻ തിയറം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഈ കാരണം V cap I എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി ടേം. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ടേം. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടത് മുഴുവൻ. ആൻഡ് Hi is equal to H0I plus VI. അതായത് ഹാമിൽട്ടോണിയൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിലെ ഹാമിൽട്ടോണിയൻ എന്ന് വെച്ചാൽ ഹാമിൽട്ടോണിയൻ ഓഫ് ദ പ്യുവർ സിസ്റ്റം, അതായത് ഈ പറയുന്ന ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത പ്യുവർ സിസ്റ്റത്തിന് ഹാമിൽട്ടോണിയൻ പ്ലസ് ദ പെർട്ടർബിംഗ് ദ പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ.
സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വരുന്ന ചലഞ്ച് എന്ന് വെച്ചാൽ ഈ വി ഐ കാൽക്കുലേറ്റ് ചെയ്യുന്ന, ബാക്കിയൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, വി ഐ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രശ്നം. ആൻഡ് വി ഐ ഈസ് ദ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഐ ഡ്യൂ ടു ദ റിപ്പൾഷൻ ബൈ ഓൾ അതർ ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പോൾ ഞാൻ മുമ്പോട്ട് പറയുമ്പം, ഞാൻ ആദ്യമേ ഹാർട്ട്റീസ് മെത്തേഡ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഹാർട്ട്റീസ് മെത്തേഡിൽ നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോൺസിൻ്റെയും ബാക്കി ന്യൂക്ലിയസിൻ്റെ എല്ലാം കൂടെ കമ്പൈൻഡ് ഫീൽഡിലാണ് നമ്മുടെ ഈ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് എന്നാണ് അസ്യൂം ചെയ്തത്. നമ്മളിനി ന്യൂക്ലിയസിനെ പറ്റി അധികം പറയാൻ നിൽക്കുന്നില്ല, ബിക്കോസ് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ പ്രകാരം ന്യൂക്ലിയസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനേക്കാളും വളരെ സ്ലോ ആണ്. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇനി സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോകുന്നത്. See, the term VI, that is the effective potential energy, ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നമ്മുടെ ഹാർട്ട്റീസ് മെത്തേഡ് വെച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ്, വി അസ്യൂം ദാറ്റ് ഇലക്ട്രോൺ 1 is moving through the cloud of all other electrons. The potential energy of interaction between the point charges Q1 and Q2 is V12 is equal to Q1 Q2 by R12. ഇത് ഈ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്പർ കൊടുത്തിട്ടില്ല, പക്ഷെ ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇലക്ട്രോൺ 1 ബാക്കിയുള്ള എല്ലാ ഇലക്ട്രോൺസിൻ്റെയും കമ്പൈൻഡ് ചാർജ് ക്ലൗഡിലൂടെ മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പോയിന്റ് ചാർജസ് Q1 ആൻഡ് Q2. ഇവിടെ Q1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഓഫ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ നമ്പർ 1 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Q2 എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ല, പകരം ആ ഫസ്റ്റ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടല്ലോ, അതിൻ്റെ ചാർജാണ് Q2. ആൻഡ് V12 is equal to Q1 Q2 by R12. ആൻഡ് ഇവിടെ Q1 is equal to minus V, that is the charge of an electron. ഇലക്ട്രോൺ ചാർജ് മൈനസും കൂടെ ആണല്ലോ, അതുകൊണ്ടാണ് മൈനസ് എന്ന് കൊടുത്തത്. ബട്ട് Q2 is a cloud of varying charge density rho. അത് ശ്രദ്ധിച്ചു വെക്കുക. Q2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ആ ഒരു ചാർജ് ഡെൻസിറ്റിയാണ്. അതൊരു ഇലക്ട്രോൺ ക്ലൗഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ വേരിയിങ് ചാർജ് ഡെൻസിറ്റി റോ. And in this method, we sum up the interactions of Q1 with infinitesimal elements of charge. We obtain the interaction of electron 1 with all other electrons. And in atomic units, we can represent this equation as V12 is equal to integral phi 2 the square d tau divided by R12, or V1 is equal to summation j equal to 2 to n integral phi 2 square d tau by R1j. ഇതവിടെ നിൽക്കട്ടെ, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് വരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഈ ഒരു പോയിന്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകണം. അതായത് നമ്മളിവിടെ ഈ പറയുന്ന ഇലക്ട്രോൺ 1ൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോൺ 1 ബാക്കിയുള്ള എല്ലാ ചെറിയ എലമെന്റ് ഓഫ് ചാർജസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം കൂടെ കൺസിഡർ ചെയ്ത് സമ്മപ്പ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് ഇൻട്രാക്ഷൻ. അതാണ് നമ്മൾ ആറ്റോമിക് യൂണിറ്റ്സിൽ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇലക്ട്രോൺ 4ൻ്റെ കേസ് എടുക്കുക. ഇലക്ട്രോൺ 4 റെപ്രസെൻറ്റ് ദ ഇൻട്രാക്ഷൻ ഓഫ് Q1 with infinitesimal elements of charge, and equation 5 we obtain the interaction of electron 1 with all other electrons. അതായത് ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ Q2 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ക്ലൗഡാണ്. അപ്പോൾ ആ ഇലക്ട്രോൺ ക്ലൗഡിലെ ചാർജ് ഡെൻസിറ്റിയൊക്കെ വ്യത്യാസം കാണും. ചിലപ്പോൾ ആ ക്ലൗഡിൻ്റെ ഷേപ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ചാർജ് ഡെൻസിറ്റി ആയിരിക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ ഡെൻസിറ്റി കുറവായിരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇലക്ട്രോൺ 1 ഈ പറയുന്ന ചാർജ് എലമെൻറ്റ്സ്, ഈ പറയുന്ന ഇൻഫിനിറ്റസിമൽ എലമെൻറ്റ്സ് ഓഫ് ചാർജുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. അതായത് ഓരോ ചെറിയ ചെറിയ പോയിന്റിലും നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റിലുള്ള ഈ പറയുന്ന ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ, ഇലക്ട്രോൺ 1 ഓരോ കുഞ്ഞു കുഞ്ഞു പോയിന്റിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽസ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജി എക്സ്പീരിയൻസ്ഡ് ബൈ ഇലക്ട്രോൺ 1 നമ്മളിവിടെ ഇക്വേഷൻ 5 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫ്രം ഇക്വേഷൻ 5 വി ഹാവ് ദ വാല്യൂ ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി ടേം ഫോർ ഇലക്ട്രോൺ 1 മൂവിങ് ഇൻ എ ക്ലൗഡ് ഓഫ് ഓൾ അതർ ഇലക്ട്രോൺസ്. അതായത് ബാക്കിയുള്ള n- ഇലക്ട്രോൺ, 5 ഇലക്ട്രോണുള്ള സിസ്റ്റത്തിൽ ഫസ്റ്റ് ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് ബാക്കിയുള്ള 4 ഇലക്ട്രോണിൻ്റെ ഫീൽഡിൽ കൂടെ ആയിരിക്കുമല്ലോ. Now from the central force field approximation, we have V1 is a function of R1 only. Thus equation 2, നമ്മുടെ ഈ കാണുന്ന ഇക്വേഷൻ 2 ഇയാളെ can be written as -1/2 del I the square minus z by Ri plus V cap I, that is equal to E1 for the first electron. Okay. Then on solving equation 6, we obtain the improved orbital phi 1 prime. ഈ phi 1 prime എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റിൽ നമ്മൾ phi 1 എന്ന് മാത്രം പറയുന്നത്
1 ഇലക്ട്രോൺ ഫംഗ്ഷനാണ്. ഫൈ 1 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിരുന്നു. അതൊരു 1 ഇലക്ട്രോൺ ഫംഗ്ഷൻ മാത്രമാണ്. ഇവിടെയൊക്കെ ഫൈ 1 എന്ന് പറഞ്ഞു പോയിരുന്നു. അതൊരു 1 ഇലക്ട്രോൺ ഫംഗ്ഷൻ മാത്രമാണ്. ഫൈ 1 പ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഇലക്ട്രോൺ ബാക്കിയുള്ള ഇലക്ട്രോൺസ് എല്ലാം കൂടി കൊടുക്കുന്ന ആ ക്ലൗഡ്, ആ ഫീൽഡിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ ഇൻട്രാക്ഷൻസും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഓർബിറ്റിലാണ് ഫൈ 1 പ്രൈം. എല്ലാ ഇൻട്രാക്ഷനും നമുക്ക് ലിറ്ററലി പറയാൻ പറ്റില്ല. ഇൻട്രാക്ഷൻസ് കൺസിഡർ ചെയ്യുന്ന ഓർബിറ്റൽ, എല്ലാ ഇൻട്രാക്ഷനും കൺസിഡർ ചെയ്യുമ്പോഴേക്കും നമുക്ക് പല പല സ്റ്റെപ്പായിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. സോ ഫൈ 1 പ്രൈം എന്ന് വെച്ചാൽ മോഡിഫൈഡ് ഓർബിറ്റിലാണ്. ആ മോഡിഫൈഡ് ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ഇലക്ട്രോൺ ക്ലൗഡിൽ നിന്ന് ഫസ്റ്റ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ അണ്ടർ കൺസേൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇൻട്രാക്ഷൻസ് കൂടി അക്കൗണ്ട് ചെയ്യുന്ന ഓർബിറ്റിലാണ് ഫൈ 1 പ്രൈം. ഇപ്പോൾ നമുക്ക് മോഡിഫൈഡ് ഓർബിറ്റൽ ഫോർ ഫസ്റ്റ് ഇലക്ട്രോൺ കിട്ടി. ഇനി ഇത് സെക്കൻഡ് ഇലക്ട്രോണും കൺസിഡർ ചെയ്യണം. അത് കൂടാതെ ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്ര ഇലക്ട്രോൺസ് നമ്മൾ ഈ പറയുന്ന മോഡിഫൈഡ് ഓർബിറ്റൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് n ഇലക്ട്രോൺ സിസ്റ്റം വി കാൽക്കുലേറ്റ് n മോഡിഫൈഡ് ഓർബിറ്റൽസ് ആൻഡ് റീകാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി വിത്ത് ദീസ് മോഡിഫൈഡ് ഓർബിറ്റൽസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ n ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ n മോഡിഫൈഡ് ഓർബിറ്റൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം നമ്മൾ ഈ പറയുന്ന മോഡിഫൈഡ് ഓർബിറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് റീകാൽക്കുലേറ്റ് ചെയ്യും. And calculations are repeated until we get a set of orbital whose potential energies were not much different from the previous set. And such orbitals are consistent with the potential field thus calculated and are called self-consistent field orbitals. അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളിവിടെ ഈ പ്രോസസ്സ് ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞാണ്, ജസ്റ്റ് ഒന്നുകൂടി പറയാം. നമ്മളിവിടെ ചെയ്യുന്നത്രേ ഉള്ളൂ. സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡിൻ്റെ ആ ബേസിക് ലോജിക്ക് നിങ്ങൾ പഠിച്ച് വെച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി ഒക്കെ താരതമ്യേന ബുദ്ധിമുട്ടാവും. സോ ഈ പറയുന്ന ഒരു n ഇലക്ട്രോൺ സിസ്റ്റം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്രീസ് മെത്തേഡിൽ ചെയ്യുന്നത് n 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ് ആയിട്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. n 1 ഇലക്ട്രോൺ ഫംഗ്ഷൻസ് ആയിട്ട് ആദ്യം അസ്യൂം ചെയ്യും. എന്നിട്ട് ആദ്യത്തെ ഇലക്ട്രോൺ ബാക്കി എല്ലാ ഇലക്ട്രോൺസും, അതായത് ബാക്കിയുള്ള n-1 ഇലക്ട്രോൺസിൻ്റെയും കൂടി ചേർന്നുള്ള ഒരു ഇലക്ട്രോൺ ക്ലൗഡിലൂടെ മൂവ് ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രോൺ ഒരു പൊട്ടൻഷ്യൽ എനർജി എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ. ആ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ മോഡിഫൈഡ് ഓർബിറ്റൽ ഫോർ ഫസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ കണ്ടുപിടിക്കും. മോഡിഫൈഡ് ഓർബിറ്റൽ ഫോർ ഫസ്റ്റ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ടേം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഓർബിറ്റലാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിത് സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ മുകളിൽ ചെയ്യും, പിന്നെ തേർഡ് ഇലക്ട്രോണിൻ്റെ മുകളിൽ ചെയ്യും, പിന്നെ ഫോർത്ത് ഇലക്ട്രോണിൻ്റെ മുകളിൽ ചെയ്യും. അങ്ങനെ എത്ര ഇലക്ട്രോൺ ഉണ്ടോ n ഇലക്ട്രോൺസിന് മുഴുവൻ ചെയ്യും. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ കംപ്ലീറ്റ് ഇലക്ട്രോൺസിൻ്റെ മോഡിഫൈഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടിയാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യും ഈ മോഡിഫൈഡ് ഓർബിറ്റൽസ് വെച്ചിട്ട്. ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ മോഡിഫൈഡ് ഓർബിറ്റൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, പൊട്ടൻഷ്യൽ എനർജി റീകാൽക്കുലേറ്റ് ചെയ്യുന്നു, മോഡിഫൈഡ് ഓർബിറ്റൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, പൊട്ടൻഷ്യൽ എനർജി റീകാൽക്കുലേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് കുറേ ചെയ്ത് കഴിയുമ്പോഴേക്കും തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടാൻ തുടങ്ങും. ഓക്കെ, and in that case we can say that those orbitals are consistent with the potential field thus calculated and are called self-consistent field orbital because അവർ കൺസിസ്റ്റൻ്റ് ആയി, കാരണം അവരുടെ പൊട്ടൻഷ്യൽ എനർജി പിന്നെ ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് നിങ്ങളിങ്ങനെ പല സ്റ്റെപ്പുകളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്ന് ലാസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോഡിഫൈഡ് ഓർബിറ്റൽസിൻ്റെ പ്രത്യേകത, ആ ഓർബിറ്റൽസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോഡിഫൈഡ് ഓർബിറ്റൽസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പിന്നെ കാര്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് those orbitals are consistent with the potential field and therefore they are known as self-consistent field orbitals. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് ഓർബിറ്റൽസ് എന്ന് അല്ലെങ്കിൽ പറയുന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. കാരണം സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് എന്നുള്ളതിൻ്റെ മീനിങ് കൂടെ മനസ്സിലാക്കി വെക്കണം. ഈ പറയുന്ന ഓർബിറ്റൽസ് അവരുടെ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് അല്ലെങ്കിൽ ഓർബിറ്റൽസ് അവരുടെ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ സെൽഫ് കൺസിസ്റ്റന്റ് ഫീൽഡ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദേ ആർ ഡിനോട്ടഡ് ആസ് phi is, or simply the final wave function can be represented as psi is equal to phi 1s into phi 2s etc to phi ns. അത് ഇക്വേഷൻ നമ്പർ 7 ആണ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ n ഇലക്ട്രോൺ സിസ്റ്റത്തെ കേസിൽ. ഓക്കെ.